അപ്പൊ നമ്മുടെ ഇമാജിനേഷൻ എന്ന് പറയുന്ന ഈ യൂണിറ്റിലെ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആ ചാപ്റ്ററിന്റെ പേരാണ് എന്താണ്? ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ കഥ ശരിക്കും പറഞ്ഞാൽ ഈ പിക്ചറിൽ നിങ്ങൾ കാണുന്നില്ലേ, ആ പിക്ചറിൽ ഇരുന്ന് കാണുന്ന ആ പെൺകുട്ടിയുടെ കഥയാണ്. ആ പെൺകുട്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവളുടെ പേര് ഹെലൻ കെല്ലർ എന്നാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവർക്ക് ജനിച്ചപ്പോൾ മുതലല്ല, ആദ്യത്തെ ഒരു 1.5 വയസ്സ് വരെ അവർക്ക് കാഴ്ചയും കേൾവിയും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു പനി വന്നതോടുകൂടി അവരുടെ കാഴ്ചയും കേൾവിയും എല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ അവര് കാണാനും മിണ്ടാനും കേൾക്കാനും ഒന്നും പറയാൻ പറ്റാത്ത ഒരു കുട്ടിയായി മാറി. അതിൽ നിന്നും അവരെന്ത് ചെയ്തു? ഫൈറ്റ് ചെയ്തു. അവരുടെ ജീവിതത്തിൽ അവർ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോയി. അവര് അമേരിക്കയിൽ ആദ്യത്തെ ബിരുദം അല്ലെങ്കിൽ ഡിഗ്രി കണക്ട് ചെയ്യുന്ന ഒരു സ്ത്രീയായിട്ട്, അതും ഈ ഒരു എന്താണ് ഡെഫ് ആൻഡ് ഡംബ് ആയിട്ട് കൂടി കേട്ടോ, ഒരു ഗ്രാജുവേറ്റ് ആവുന്ന ആദ്യത്തെ ലേഡിയായി മാറുകയാണ് അവർ കേട്ടോ. അപ്പൊ അങ്ങനെ അവരുടെ ആ നേട്ടങ്ങളുടെ കഥ. പിന്നെ അവർ വലിയ എഴുത്തുകാരിയായി മാറുന്നുണ്ട്, വലിയ റൈറ്ററാണ്, ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവരുടെ ഒരു പുസ്തകത്തിന്റെ, അവരുടെ ജീവിതകഥയുടെ അല്ലെങ്കിൽ അവരുടെ ഓട്ടോബയോഗ്രഫിയുടെ പേരാണ് ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന് പറയുന്നത് കേട്ടോ. ഈ പുസ്തകം നിങ്ങൾക്ക് വായിക്കാൻ കിട്ടും. ആ പുസ്തകത്തിൽ ചെറിയൊരു ഭാഗം മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പൊ അങ്ങനെ ആ ഹെലൻ കെല്ലറുടെ ജീവിത കഥയാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ നമുക്ക് പ്രധാനമായിട്ടൊരു ചോദ്യമുണ്ട് മക്കളെ. ഹെലൻ കെല്ലറുടെ അമ്മ കേട്ടോ, അമ്മ വളരെയധികം ബുദ്ധിമുട്ടിയാണ് ഹെലൻ കെല്ലറെ വളർത്തിയത്. അപ്പൊ ആ ഹെലൻ കെല്ലറെ വളർത്തിയതിലുള്ള ബുദ്ധിമുട്ടിനെ പറ്റിയൊക്കെ നമുക്ക് അമ്മയോട് ഒരു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും? ഒരാളോട് നമ്മൾ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ലേ? അങ്ങനത്തെ ഒരു ചോദ്യത്തിന് ഈ ഒരു കഥയൊന്ന് സാധ്യതയുണ്ട് കേട്ടോ. ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് നോക്കാം ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കുന്നത്. നോക്കൂ. ഇമാജിൻ യു ആർ ദ ന്യൂസ് റിപ്പോർട്ടർ ആൻഡ് യു ഹാവ് ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ടു ടോക്ക് ടു ഹെലൻ കെല്ലർസ് മദർ കേറ്റ് കെല്ലർ. വാട്ട് ക്വസ്റ്റ്യൻസ് വുഡ് യു ലൈക്ക് ടു ആസ്ക് ഹർ? കേറ്റ് കെല്ലറോട് കുറച്ച് ചോദ്യം ചോദിക്കാൻ നിങ്ങൾക്ക് അവസരം കിട്ടുകയാണെങ്കിൽ, നിങ്ങളൊരു ന്യൂസ് റിപ്പോർട്ടറാണെന്ന് വിചാരിക്കുക, നിങ്ങൾ എന്ത് ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക? ചോദ്യങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ, പല ചോദ്യങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അതിൽ നിന്നും ഈ 9 ചോദ്യങ്ങൾ എഴുതണമെന്നില്ല, ഞാൻ ഒരുപാട് തയ്യാറാക്കിയെന്നുള്ളൂ. അതിൽ നിന്ന് ഏത് വേണമെങ്കിലും ചോദിക്കാം. ചിലപ്പോ ഒരു 5 ക്വസ്റ്റ്യൻ ചോദിക്കാനായിരിക്കും നിങ്ങളോട് പറയാം. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു 5 ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. ചിലപ്പോൾ 4 എണ്ണം ചോദിക്കാൻ പറഞ്ഞാൽ 4 എണ്ണം ചോദിക്കാം, 6 എണ്ണം ചോദിക്കാൻ പറഞ്ഞാൽ 6 എണ്ണം ചോദിക്കാം കേട്ടോ. അപ്പൊ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ് കേട്ടോ. വാട്ട് വെയർ യുവർ ഇനീഷ്യൽ തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ് വെൻ യു ഫൗണ്ട് ഔട്ട് അബൌട്ട് ഹെലൻസ് കണ്ടീഷൻ കണ്ടോ. ഇതൊക്കെ ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ് അല്ലെ. അപ്പോൾ ഏത് ചോദ്യങ്ങൾ വേണമെങ്കിലും നിങ്ങൾ തയ്യാറാക്കിക്കോളൂ. ഓക്കെ മക്കളെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇനി ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളത് ഒരു കോൺവെർസേഷൻ ചിലപ്പോൾ വന്നെന്ന് വരാം കേട്ടോ. ചിലപ്പോൾ ഒരു കോൺവെർസേഷൻ വരാം. ആ കോൺവെർസേഷൻ മിക്കവാറും ചിലപ്പോൾ അമ്മയോടുള്ള കോൺവെർസേഷൻ ആയിരിക്കും കേട്ടോ. അപ്പൊ കോൺവെർസേഷൻ എഴുതുന്ന രീതി അറിയാലോ. എന്താണ്, നമുക്കൊരു 5 എക്സ്ചേഞ്ചെങ്കിലും കുറഞ്ഞ രീതിയിൽ അവരോട് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ തന്നെ കോൺവെർസേഷനിൽ ഉൾപ്പെടുത്താൻ പറ്റും കേട്ടോ. ഈ ചോദ്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ കോൺവെർസേഷനിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റും. അങ്ങനെ നിങ്ങൾ ആ കോൺവെർസേഷൻ എഴുതാൻ പറ്റും കേട്ടോ. ശരി, നമുക്ക് വേറെ ഒന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കോൺവെർസേഷൻ റൈറ്റിംഗിന്റെ പ്രത്യേകതകൾ ഞാൻ വീണ്ടും ഒന്ന് പറയാണ്. ഒരു 5-6 എക്സ്ചേഞ്ചുകൾ വേണം. പിന്നെ ബിഗിൻ വിത്ത് എ ഗ്രീറ്റിംഗ്, ഒരു ഗ്രീറ്റിംഗോടുകൂടിയൊക്കെ തുടങ്ങുക. പിന്നെ വൈൽ റൈറ്റ് ഫ്രം ദ പോയിന്റ് വ്യൂ ഓഫ് ദ 2 ക്യാരക്ടേഴ്സ്, രണ്ടുപേരുടെയും പോയിന്റ് ഓഫ് വ്യൂയിലൂടെ നിങ്ങൾ പറയാം. ഇതാണ് ഒരു കോൺവെർസേഷന്റെ പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. ഇനി അടുത്തതായിട്ട് നിങ്ങളോട് വീണ്ടും പറയുന്നത് ഡേവ് ഈസ് ഒരു ആക്ടിവിറ്റിയാണ് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളത്. ഡേവ് ഈസ് ട്രൈങ് ടു ലിസ്റ്റ് ഔട്ട് ദ ഇവന്റ്സ് ഇൻ ദ ഏർലി ലൈഫ് ഓഫ് ഹെലൻ കെല്ലർ. ഹെൽപ്പ് ഹിം ടു പുട്ട് ദ ഇവന്റ്സ് ഗിവൺ ഓൺ പേജ് 54 ഇൻ ദ കറക്റ്റ് ഓർഡർ. നേരത്തെ പറഞ്ഞ പോലെ ഇവന്റ്സ് ഡിസോർഡർ ആയിട്ട് ഇവിടെ കിടപ്പുണ്ട്. നിങ്ങളത് ഓർഡറിൽ എഴുതുക, കൃത്യമായിട്ടുള്ള ഓർഡറിൽ ഇവന്റ്സ് എഴുതുക. ഓക്കെ, അതിന് സാധ്യതയുണ്ട്. അപ്പൊ ആ ചോദ്യം ഇവിടെ തന്നിട്ടുണ്ട്, കൃത്യമായിട്ട് അത് ഓർഡറിൽ എഴുതിയിട്ടുണ്ട് കണ്ടോ. ഹെലന്റെ ജനനം മുതൽ ഹെലൻ അസുഖം ബാധിക്കുന്ന വരെയുള്ള കാര്യങ്ങളാണ് ഓർഡറിൽ കാണിച്ചിരിക്കുന്നത് കണ്ടല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിനകത്ത് സീസൺസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സീസൺസ് പറഞ്ഞിട്ട് ഇതിനകത്ത് എന്തൊക്കെയാണ് സീസണിന്റെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ ഒരു ചോദ്യം വരാം. അവിടെ അതിനും ആൻസർ കൊടുത്തിട്ടുണ്ട്. സ്പ്രിംഗ് സീസണെയും സമ്മർ സീസണെയും ഓട്ടം സീസണെയും വിന്റർ സീസണെയും പറ്റി ഇതിനകത്ത് എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് സെന്റൻസ് വൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് എടുത്ത് എഴുതാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇതിനകത്ത് A ലെവൽ, B ലെവൽ, C ലെവൽ ക്വസ്റ്റിലേക്ക് ഒന്ന് നോക്കാം. അപ്പൊ ഇന്റർവ്യൂ ഒരു പ്രധാന ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇതിനകത്ത് റൈറ്റ് ഇവന്റ്സ് ഇൻ കറക്റ്റ് ഓർഡർ, അതൊരു ക്വസ്റ്റ്യൻ ആവാൻ സാധ്യതയുണ്ട്. പിന്നെ C ലെവലായിട്ട് നമുക്കൊരു കോൺവെർസേഷൻ പ്രതീക്ഷിക്കാം. ഓക്കെ മക്കളെ, ഇതാണ് ഈ ചാപ്റ്ററിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി നമുക്ക് ഏതായാലും നമ്മുടെ യൂണിറ്റ്സ് എല്ലാം ചാപ്റ്റേഴ്സ് എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കുറച്ച് നിങ്ങൾക്ക് ഏറ്റവും അവസാനം ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്, എഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അത് മാത്രം നിങ്ങൾക്ക് ഗ്രാമർ ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുള്ളൂ. അപ്പൊ അതൊന്ന് നമുക്ക് പ്രധാനപ്പെട്ട എഡിറ്റിംഗിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.